ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്. അതാണ് നമ്മൾ നേരത്തെ കുറേ മുമ്പേ പറയാൻ തുടങ്ങുന്നത്. വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്. ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്, സ്ട്രെസ് മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സ്ട്രെസ്, വർക്കുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സുകൾ അല്ലേ. സ്ട്രെസ് പറഞ്ഞാൽ എന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക, പിരിമുറുക്കം, അതേപോലെ തന്നെ ബേൺ ഔട്ട്. വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോലി സംബന്ധമായ സ്ട്രെസ്, പിരിമുറുക്കവും ബേൺ ഔട്ടും എന്താണ് സംഗതി? വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ the harmful physical and emotional response that occurs when the requirements of the job do not match the capabilities, resources or need of the worker. ജോലിക്കാരൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ റിസോഴ്സുകൾ, അവൻ്റെ കപ്പാസിറ്റീസ്, അവൻ്റെ കാപ്പബിലിറ്റീസ്, ഇതിനോട് ഒരു ജോബിൻ്റെ റിക്വയർമെൻറ്റ് യോജിക്കാതെ വരുന്ന സമയത്ത് അവന് മാനസികമായി വരുന്ന പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവൻ്റെ ഫിസിക്കൽ, ശാരീരികമായ അല്ലെങ്കിൽ മാനസികപരമായ റെസ്പോൺസുകൾ. അപ്പോൾ നിങ്ങൾ നിങ്ങൾ വലിയ HR മാനേജർ, എന്നിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ നേരെ കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തത്, ഒരു HR പേഴ്സണാക്കി അതിൽ നിങ്ങളെ പിടിക്കൂല. അപ്പോൾ നിങ്ങൾ മാനസികമായി സ്ട്രെസ്സാവും, സ്ട്രെസ്ഡാവും. അല്ലെങ്കിൽ നിങ്ങളത് അവിടെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇതിനാണ് നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ബേൺ ഔട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോറി, വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ബേൺ ഔട്ട് എന്ന് പറയാൻ എന്താ? എ സ്റ്റേറ്റ് ഓഫ് എമോഷണൽ, ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സോഷൻ കോസ്ഡ് ബൈ എക്സസീവ് ആൻഡ് പ്രോങ്ഡ് സ്ട്രെസ്. ദീർഘമായ പിരിമുറുക്കം കാരണം, അമിതമായ സുദീർഘമായ സ്ട്രെസ് കാരണമായിട്ട് മാനസികമായ, ശാരീരികമായ, അതേപോലെ തന്നെ വൈകാരികമായ ഒരവസ്ഥ. കാരണം പറ്റപ്പെടുത്തം കിട്ടും. നേരത്തെ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു വിഷയം, ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ്, അതിൻ്റെ അങ്ങേ അറ്റമാവുകയാണ് എന്ത് ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് characterized by 3 dimensions. ഇത് 3 ഡയമെൻഷനിലൂടെയാണ് ഉണ്ടായിത്തീരുന്നത്. ഒന്ന് സിനിക്കിസം. സിനിക്കിസം ദോഷൈക ദീർഘ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് ബി പേഴ്സണൽ, എല്ലാവരും എപ്പോഴും അങ്ങനെ കുറ്റം പറയും. എന്താണ് അതിനെ പറ്റാത്താണ്, എന്ത് HR പേഴ്സണാ, ഒന്നിനും കൊള്ളൂല, ഒരു കാര്യം എനിക്ക് അറിയണോ, വേറോടെ ചെയ്യാൻ കൂടി അറിയില്ല, എന്താണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സിനിക്കൽ. എന്തിനും എന്ത് നല്ലത് ചെയ്താലും കുറ്റം പറയാൻ കണ്ടെത്താൻ സിനിക്കൽ മെന്റാലിറ്റി എന്നൊക്കെ പറയാം. അതിനാണ് സിനിക്കിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫീലിംഗ് ഓഫ് ഇൻഎഫിക്കസി. അതിനൊന്നും പറ്റാത്ത ആളാണെന്നുള്ളൊരു തോന്നൽ. റെഡ്യൂസ്ഡ് സെൻസ് ഓഫ് പേഴ്സണൽ അക്കംപ്ലിഷ്മെന്റ് ആൻഡ് കോമ്പിറ്റൻസ്. താൻ അതിന് പറ്റാത്ത ആളാണ് എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ പറ്റുന്ന ആളാണെന്നുള്ളത് ഒഴിവാക്കി കൊടുക്കുക. അടുത്തത് എമോഷണൽ എക്സോഷൻ. വൈകാരികമായിട്ട് അല്ലെങ്കിൽ ചിന്താപരമായിട്ട് ആകെ തകർന്നു പോകുക. അതായത് ഡ്രൈഡ് ആൻഡ് അണേബിൾ ടു കോപ്പ്. ഓരോ ഫീലിംഗിൽ ആകതായി ഒന്നും ഒരാളോട് കോപ്പപ്പ് ചെയ്യാൻ കഴിയില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനത്തെ അവസ്ഥ. നമ്മൾ ബി അടുത്ത നോക്കുകയാണ് ഇമ്പാക്ട് ഓഫ് QW. ഇതൊക്കെ എങ്ങനെയാണ് QW ബാധിക്കുക? അതായത് ഈ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആവട്ടെ, ബേൺ ഔട്ട് ആകട്ടെ, ഇത് QW നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പറഞ്ഞു, അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിൻ്റെ മേലെ എങ്ങനെയൊക്കെയാണ് ഇത് സ്വാധീനം ചെലുത്തുന്നത്? ബേൺ ഔട്ട് ഈസ് നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് antithesis of a good quality of work life. It directly destroys every dimension of QW. നമ്മൾ പറഞ്ഞു ബേൺ ഔട്ട് എന്ന് പറഞ്ഞ സത്യത്തിലെ QW അത് തണുത്ത് കളയുന്ന സംഭവമാണ്. അപ്പോൾ നേരെ അത് എന്ത് ചെയ്യുന്നു? QW എല്ലാവിധ ഡയമെൻഷനും തകർത്തുകൊണ്ട് ഇങ്ങനെയുള്ള താഴെ വരുന്ന കാര്യങ്ങളിലേക്ക് അത് എത്തിക്കും. ഒന്ന്, ഫോർ ദ എംപ്ലോയിന് എന്ത് ചെയ്യും? ആൻസൈറ്റി, ഡിപ്രഷൻ, അതേപോലെ തന്നെ ഫിസിക്കൽ ഇൽനെസ്. ഒരു ജോലിക്കാരന് ഉത്കണ്ഠ, ഡിപ്രഷൻ,
അതേപോലെ തന്നെ ശാരീരികമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, തലവേദന ഉണ്ടാവും. അങ്ങനെ ഓർഗനൈസേഷൻ എന്താ സംഭവിക്കാം? ഓർഗനൈസേഷന് ഇടയ്ക്കിടയ്ക്ക് കമ്പനിയിൽ കുറേ തെറ്റുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. കുറേ ആബ്സെന്റീസം, മറ്റോ വരുന്നില്ല, ഇവൻ വരുന്നില്ല, ഇവൻ ഒന്നില് ലീവ്, മറ്റന്നാളെ ലീവ്, അങ്ങനെ ഇഞ്ഞാന്ന് മറ്റോ 5 ആൾക്കാർ ലീവ്, ഇങ്ങനെ ഇൻക്രീസ് ആബ്സെന്റീസം വരും. അതേപോലെ തന്നെ ഹൈ ടേൺ ഓവർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആൾക്കാർ പിരിഞ്ഞു പോവുക, ടേൺ ഓവർ കൂടുക. ടോക്സിക് കൾച്ചർ ഒക്കെ വളരെ വിഷലിപ്തമായ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്നാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകും അവിടെ. പിന്നെ HR സ്ട്രാറ്റജീസ് ടു പ്രിവെന്റ് ബേൺ ഔട്ട്. അടുത്ത നമ്മൾ സംസാരിക്കുന്നത് സി ആണ്. ഇതിൻ്റെ നേരെ താഴെ സി ആണ് അഭിപ്രായം. അപ്പോൾ ഇതൊക്കെ ഈ ബേൺ ഔട്ട് തടുക്കുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊമോട്ട് വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് പ്രൊമോട്ട് ചെയ്യണം. മനസ്സിലാക്കിയത് ഒഴിവ് സമയം, അവധി സമയം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവർക്കുള്ള സുഖമുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യണം, വർദ്ധിപ്പിക്കണം. മുമ്പ് പറഞ്ഞത് മാൻഡേറ്റ് പെയ്ഡ് ടൈം ഓഫ്. ഇത് അവധിയിലാണെങ്കിലും എനിക്ക് ശമ്പളം കിട്ടും ഉള്ള സമയം അത് വർദ്ധിപ്പിക്കുക. അതിന് PTO എന്നാ പറയാം. അതേപോലെ തന്നെ റൈറ്റ് ടു ഡിസ്കണക്ട്, എൻഫോഴ്സ് റൈറ്റ് ടു ഡിസ്കണക്ട് പോളിസീസ് ഓഫ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾസ്. അതേപോലെ തന്നെ ഒരാൾക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം, പിന്നീട് ജോയിൻ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ആ നിലയ്ക്കുള്ള ഫ്ലെക്സിബിളായ ഷെഡ്യൂൾസും പോളിസീസും ഒക്കെ കൊണ്ടുവരിക. അടുത്തത് എൻഷുവർ മാനേജബിൾ വർക്ക് ലോഡ്സ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണെന്ന് ഉറപ്പുവരുത്തണം. ഒരു ടൈപ്പിസ്റ്റാണ്, അവനക്ക് 25 പേജ് ടൈപ്പ് ചെയ്യാൻ കൊടുത്തു, 5 മിനിറ്റോടെ ചെയ്ത് കാണാൻ പറ്റുമോ? കഴിയില്ല. എന്താ അര പേജ് കൂടി ആസ്വദിക്കാൻ ചെയ്യാൻ കഴിയില്ല. അവരുടെ അര പേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിനനുസരിച്ച് അത് 10 ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ദിവസത്തിന് 5 ദിവസം ചെയ്യണമെന്ന് പറയാം. ആ വർക്ക് ലോഡ് നമ്മൾ എന്ത് ചെയ്യണം? അത് മാനേജബിൾ വർക്ക് ലോഡ്സ് എൻഷുർ ചെയ്യണം. ഇപ്പം ചെയ്യാൻ പറ്റുന്ന പണിയെ കൊടുക്കാൻ പാടില്ല. മാനേജേഴ്സിനെ ട്രെയിൻ ചെയ്യണം. അടുത്തത് ബേൺ ഔട്ട് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്താണ്? മാനേജേഴ്സിന് ട്രെയിൻ കൊടുക്കണം. ടീച്ച് ലീഡേഴ്സ് ടു ഐഡന്റിഫൈ സൈൻസ് ഓഫ് ബേൺ ഔട്ട്, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് നോട്ട് ഗ്ലോറിഫൈ ഓവർവർക്ക്. ഓരോട് മിനി ചെയ്യിപ്പിച്ചു, അത് വലിയ സംഭവമാക്കാനല്ല പാടില്ല. സപ്പോർട്ട് കൊടുക്കണം. എവിടെയാണ് ബേൺ ഔട്ട് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന് വേണ്ട ഇടപെടൽ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ലീഡേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കണം. ടീം ലീഡറൊക്കെ വലിയ മാനേജറായിരിക്കും അവരെ. അടുത്തത് പ്രൊവൈഡ് റിസോഴ്സ് കൊടുക്കണം. ഓഫർ എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം. അതൊക്കെ അവർക്ക് കൊടുക്കുന്ന റിസോഴ്സാണ്, അവർക്ക് കൊടുക്കുന്ന സ്വത്താണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ, മനുഷ്യന്റെ സമ്പത്ത്, റിസോഴ്സ്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഈ പണി, അതിൻ്റെ പണി ശരിയില്ലല്ലോ, പണിക്ക് നിങ്ങളെന്തെങ്കിലും പിന്നെ അവർക്ക് ഇടയ്ക്ക് അസിസ്റ്റന്റ് പ്രോഗ്രാം കൊടുക്കണം, ഇല്ല ട്രെയിനിങ് കൊടുക്കണം, ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് അസിസ്റ്റന്റ് പ്രോഗ്രാംസ് കൊടുക്കുക. ഈ APSനായി പറയാം, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം. അതേപോലെ തന്നെ ആക്സസ് ടു കൗൺസിലിംഗ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്സ്. ആൾക്കാർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. അതേപോലെ തന്നെ സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്സുകൾ കൊടുക്കുക, ട്രെയിനിങ്സ് കൊടുക്കുക, അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകൾ നടത്തുക. ഇതൊക്കെയാണ് ലക്ഷ്യം. ഫൈനൽ വൺ, ഫോസ്റ്റർ എ സപ്പോർട്ടീവ് കൾച്ചർ. എപ്പോഴും എല്ലാവർക്കും സപ്പോർട്ടായ ഒരു കൾച്ചർ, എല്ലാവരും സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യണം ഒരു വർക്ക് അന്തരീക്ഷം, ഒരു സംസ്കാരം അവിടെ ഉണ്ടാക്കിയെടുക്കുക. ക്രിയേറ്റ് an environment where employees feel safe discussing stress without stigma. ഒരു സ്റ്റിഗ്മയും കൂടാതെ തൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതുപോലെ പരസ്പരം സംസാരിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള വളരെ പിന്നെ ഹെൽത്തിഫുള്ളായ ഒരു എൻവയോൺമെൻറ്റ് നടത്തുക, ഉണ്ടാക്കി കൊടുക്കുക. അടുത്തത് ഇനി ഇമ്പാക്ട് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ഓൺ QWA. നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ, നിങ്ങളുടെ സംഘടനയുടെ കൾച്ചർ, അത് QWAനെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളുടെ സംഘടന, നമ്മളുടെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രസ്ഥാനം, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, താഴെ എംപ്ലോയീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക്
എങ്ങനെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ ബാധിക്കും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ കമ്പനി. അല്ലേ? ഒരു കമ്പനി ആകുമ്പോൾ അവരുടേതായ അവിടെ എത്ര മണിക്ക് ചാടിക്കാൻ പാടുള്ളൂ, അവിടെ എത്ര മണിക്ക് ബാത്റൂം പോകാൻ പാടുള്ളൂ, അവിടെ എത്ര മണിക്ക്, അത് നോർമൽ കേസ് അങ്ങനെ ഉണ്ടാവും. ഇന്റർവെൽ ഉണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് സ്കൂളുകൾ കോളേജുകളൊക്കെ ആ സമയത്ത് ഒരു ബാത്റൂം പോകേണ്ടത്, ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും, അപ്പോഴേ ഭക്ഷണം കഴിക്കേണ്ടത്. കമ്പനികളിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിവേ ഈ ഓർഗനൈസേഷൻ കൾച്ചർ QW എങ്ങനെ ബാധിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞത് എന്താ? ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേഴ്സണാലിറ്റിയാണ്. ഇറ്റ് ഈസ് എ ഷെയർഡ് വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് അസംഷൻസ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ. ഒരു ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നതിലേക്ക് നമ്മളെ സഹായിക്കുന്ന അസംഷൻസും വാല്യൂസും ബിലീഫ്സ് ഒക്കെയാണത്. ഇറ്റ് ഈസ് ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് QW. അതാണ് ഏറ്റവും വലിയ ഏകമായ QW ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഇതാണ്. അപ്പോൾ ആ കമ്പനിയുടെ കൾച്ചറാണ്, അതിൻ്റെ സ്വഭാവമാണ് QW ഉഷാറാക്കുന്നത്, മോശമാക്കുന്നത്. ഓക്കെ, ടോക്സിക് കൾച്ചർ ലോ QW. ഉദാഹരണത്തിന് നമ്മൾ പറയണേ, അവിടെ എല്ലാവരും ടോക്സിക് കൾച്ചറാണ്. അതായത് വിഷലിപ്തമായ വായു ശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡസ്റ്റ് ശ്വസിച്ചുകൊണ്ട്. അപ്പോൾ characterized by fear, micromanagement, blame, secrecy and favoritism. This culture directly creates stress, stifles growth and destroys well-being. Toxic culture എന്ന് പറഞ്ഞാൽ വിഷലിപ്തമായ സംസ്കാരം. അത് നമ്മൾ ലോ QW എന്ന് പറയും. അപ്പോൾ ഒന്നുകിൽ നിലയ്ക്ക് എല്ലാവരും പേടിപ്പിച്ചിട്ട് ആൾക്കാരെ വയ്ക്കുക, അല്ലെങ്കിൽ മൈക്രോ മാനേജ്മെൻറ്റ് ഒരു മാത്രം വലിയ സംഭവമായി മറ്റുള്ളവർ പറഞ്ഞാൽ കേട്ടോളണം, അല്ലെങ്കിൽ എപ്പോഴും തങ്ങളുടെ സ്റ്റാഫുകളെ ബ്ലെയിം ചെയ്യുക, ഓരോ സ്വകാര്യത, ഒരു പ്രൈവസി ഇല്ല, ഒരു പബ്ലിക്കായിട്ട് നമുക്കൊന്നുമില്ല, ഓരോരുത്തരും ഓരോ സ്വകാര്യതയാണ് കമ്പനിയുടെ ഉള്ളിൽ. ഫേവറേറ്റിസം, നമ്മളാളെ നല്ല നമ്മളെ കൊടുക്കുക, ഒന്നിയും ക്രിമിനൽ എടുക്കുക, ഒരു പോസ്റ്റ് ഉഷാറാക്കുക, ഫേവറേറ്റിസം കാണിക്കുക. ഇതൊക്കെ സത്യത്തിൽ സൊസൈറ്റി കമ്പനിയിലെ ഓരോ എംപ്ലോയീസിന് സ്ട്രെസ് ഉണ്ടാക്കും, അങ്ങനെ ഗ്രോത്തോടെ മുരടിപ്പിക്കും, അങ്ങനെ കമ്പനിയുടെ വെൽബീയിങ്സ് അവിടെ തകർക്കും. അങ്ങനെ QW വളരെ ലോ ആയി മാറും. പിന്നെ ഹെൽത്തി കൾച്ചർ, ഇത് നമ്മൾ ഹൈ QW എന്ന് പറയും. അതെന്താണ് സംഭവം? ക്യാരക്ടറൈസ്ഡ് ബൈ ട്രസ്റ്റ്, ട്രാൻസ്പെറൻസി, കൊളാബറേഷൻ, റെക്കഗ്നിഷൻ ആൻഡ് എംപവർമെൻറ്റ്. എല്ലാവരും ശാക്തീകരിച്ചുകൊണ്ട്, ഓരോ എംപ്ലോയിയും ശാക്തീകരിച്ചുകൊണ്ട്, അത് ഓഫീസ് ബോയ് ആണെങ്കിലും അവിടുത്തെ ഒരു തൂമ്പുകാരനാണെങ്കിലും അവനൊരു നല്ലത് ചെയ്താൽ അവനെ റെക്കഗ്നൈസ് ചെയ്യും, അവനെ അംഗീകരിക്കും, നമുക്ക് അംഗീകാരം കൊടുക്കുക, റിവാർഡ് നമ്മൾ കൊടുക്കുക. കൊളാബറേഷൻ, എല്ലാവരും കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് HR ടീം വേറെ, PR ടീം വേറെ, അക്കൗണ്ടിങ് ടീം ഒരു ബന്ധമില്ല, അങ്ങനെയല്ല, എല്ലാവരും കൊളാബറേറ്റഡ് ആയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, സുതാര്യമായിരിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സുതാര്യമാണ്, പരസ്പരം വിശ്വസിക്കുന്നവരാണ്. ഈ ലെവലിലുള്ള ക്യാരക്ടറൈസ്ഡ് ആയ അവസ്ഥക്കാണ് ഹെൽത്തി കൾച്ചർ. അങ്ങനെയുള്ള സ്വഭാവത്തിനാണ് പറയുന്നത് ഹെൽത്തി കൾച്ചർ. ഇത് QW ഉഷാറാക്കാൻ ഉയർത്തുകയും ചെയ്യും. ഓക്കെ, ദിസ് കൾച്ചർ നർച്ചേഴ്സ് ദ ഡയമെൻഷൻ ഓഫ് QW, മേക്കിംഗ് എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് സേഫ്. ആ എംപ്ലോയീസിനാണ് ഞങ്ങളുടെ സംഭവം, നമ്മൾ വളരെ സേഫാണെന്ന് തോന്നും, അവരെ വളരെ ഉഷാറാന്ന് തോന്നും, അങ്ങനെ QW ഉഷാറാക്കും, ഉയർത്തും. ഇനി HR is the architect and custodian of culture. ഈ നിങ്ങൾ HR ആവുകയാണെങ്കിൽ നിങ്ങളാണ് സത്യത്തിൽ ആ കമ്പനിയുടെ സ്വഭാവം രൂപവൽക്കരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഒരു ആർക്കിടെക്റ്റാണ്, ഒരു എഞ്ചിനീയറാണ്. ഈ ബിൽഡിംഗ് എങ്ങനെ വേണമെന്ന് വരുത്തുന്നത്, തീരുമാനിക്കുന്നത് അല്ലേ, എൻ്റെ മുഖം അങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത് അയാളാണ് തീരുമാനിക്കുന്നത്. അതേപോലെ ഈ കമ്പനിയുടെ സ്വഭാവം മോൾഡ് ചെയ്യുന്നത് സത്യത്തിൽ HR-ൻ്റെ റോളാണ്. അപ്പോൾ നിങ്ങൾ ഈ കൾച്ചറിൻ്റെ കസ്റ്റോഡിയനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ദ ഡിസൈർഡ് കൾച്ചർ. ഇത് ഏറ്റവും നല്ല കൾച്ചറിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. വാട്ട് വാല്യൂസ് ഡു വി വാണ്ട് ടു ലിവ് ബൈ? നമുക്കൂടെ ഒരുമിച്ച് ജീവിച്ചു പോകാൻ എന്ത് കൾച്ചറും വാല്യൂസൊക്കെയാണ് വേണ്ടത്? ഉദാഹരണത്തിന് റെസ്പെക്റ്റ് വേണം, ഇന്നോവേഷൻ വേണം, കൊളാബറേഷൻ വേണം, അതായത് പുതിയ സംഗതികൾ കൊണ്ടുവരണം. ഭയനല്ല, എന്നാൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് ബഹുമാനിക്കണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന്, ഓരോ എംപ്ലോയി മറ്റേ എംപ്ലോയിന് കൊളാബറേഷൻ ആയിരിക്കണം. HR ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, മറ്റേത് വേറെ, അങ്ങനെയല്ല. എല്ലാവരും നമ്മളൊക്കെ ഒരു കമ്പനിയല്ലേ,
അതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊളാബറേറ്റ് ചെയ്യും. പിന്നീട് അലൈൻ സിസ്റ്റം അലൈൻ ചെയ്യണം. എൻഷുർ അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഉറപ്പ് വരുത്തണം, പിന്നെ അപ്രൈസേഴ്സ് ഉറപ്പ് വരുത്തണം, റിവാർഡ്സ് ആൻഡ് റീഇൻഫോഴ്സ് ദീസ് വാല്യൂസ്, ഇതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ വാക്ക് ദ ടോക്ക്, ലീഡർഷിപ്പ് മസ്റ്റ് exemplify the desired culture. HR must champion it. നമ്മൾ എന്ത് ചെയ്യണം? ഇത് നടത്തിക്കൊണ്ടു പോകുക തന്നെ വേണം. ഇനി അവസാനമായി നമുക്ക് പറയുന്നത് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ് വർക്ക് ഈ എൻവയോൺമെൻറ്റിനെ നൽകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്. ഒന്ന്, പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ഈസ് ദ ടാൻജിബിൾ ഔട്ട്കം ഓഫ്. നമ്മൾ മനസ്സിലാക്കി ഒരു പോസിറ്റീവ് അന്തരീക്ഷം നേരിടണമെങ്കിൽ QW ഉഷാറാകുമ്പോഴാണ് നടത്തുക. അപ്പോൾ ഹെൽത്തി കൾച്ചർ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവിക്കും? സ്ട്രോങ് ലീഡർഷിപ്പ് വേണം. നല്ല ലീഡർഷിപ്പിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. 2, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. എന്തുണ്ടെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആക്കി സംസാരിക്കണം. മനസ്സിലാച്ചു അങ്ങനെ ഇവർ തമ്മിൽ 2 ഡിപ്പാർട്ട്മെന്റ് തെറ്റി, അല്ലെങ്കിൽ 2 എംപ്ലോയീസ് തമ്മിൽ തെറ്റി പറ്റില്ല. That is transparent information flow across all levels. Active listening വേണം. ഒരു എംപ്ലോയി, ഒരു താഴെയുള്ള എംപ്ലോയി മാനേജറോട് പറയുമ്പോൾ അയാൾ ഇത് വയ്ക്കാതെ നാട്ടാൻ പറ്റില്ല. പിന്നെ റെക്കഗ്നിഷൻ ആൻഡ് അപ്രീസിയേഷൻ, നമ്മൾ ഒരാൾക്കൊരു അംഗീകരിക്കണം. ഒരാൾ വലിയൊരു കമ്പനിക്ക് വലിയൊരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ, വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമ്മളയാൾ അംഗീകരിക്കണം. അയാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അയാളെ നമ്മൾ മുക്തകരം പ്രശംസിക്കണം. അതേപോലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, വളരാനുള്ള അവസരങ്ങൾ കൊടുക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, HR പേഴ്സണായി വന്നാണ് HR മാനേജറാവണം, ഒരു ക്ലർക്കായി വന്നാണ് ഹെഡ് ഓഫ് ദ ക്ലർക്കാവണം. അങ്ങനെയൊക്കെ സെൻസ് ഓഫ് പർപ്പസ്, എംപ്ലോയി അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ വർക്ക് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഓർഗനൈസേഷൻസ് ലാർജസ്റ്റ് ഗോൾ. എപ്പോഴും ഓരോ എംപ്ലോയീസിനും തൻ്റെ ലക്ഷ്യമുണ്ടാവണം. എനിക്ക് എങ്ങനെ ഈ കമ്പനിക്ക് വലിയ വലിയ നേട്ടം ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം അവനുണ്ടാവണം. ഇനി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദ ലിങ്ക് ബിറ്റ്വീൻ എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് QW. നമ്മൾ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു അവിടെ ആത്മാർത്ഥമായിട്ട് HR പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ എൻഗേജ്മെന്റും QW തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ടേക്ക് അവേ ഫോർ എ HR പേഴ്സൺ. HRക്ക് ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതി. അതായത് ഒരാൾ ഇവിടെ QW ഉഷാറാകുമ്പോൾ അയാൾ ഇവിടെ നിന്ന് പോകും. അയാളുടെ സംഗതി അവൻ ചെയ്യണം. അപ്പോൾ ഒന്ന്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് നമുക്കറിയാം ഈസ് ദ ഫൗണ്ടേഷൻ. ഏറ്റവും വലിയ അടിസ്ഥാനം അത് തന്നെയാണ്, അല്ലേ? ഇറ്റ് ഈസ് അബൌട്ട് റിമൂവിങ് ദ നെഗറ്റീവ് ഒഴിവാക്കുക എന്നുള്ള സംഭവമാണ്. അതായത് സ്ട്രെസ് ഒഴിവാക്കണം, ഇൻജസ്റ്റിസ് ഒഴിവാക്കണം, ഡേഞ്ചർ ഒഴിവാക്കണം, അപകടം ഒഴിവാക്കണം, പിന്നെ അനീതി ഒഴിവാക്കണം, ജോലിക്കാർക്കിടയിലുള്ള സ്ട്രെസ് ഒഴിവാക്കണം. എന്നിട്ടോ എല്ലാവിധ പോസിറ്റീവും ബേസിക്സും കൊടുക്കണം. നല്ല ശമ്പളം കൊടുക്കണം, അതേപോലെ തന്നെ സേഫ്റ്റി കൊടുക്കണം, ടൈം ബാലൻസ് കൊടുക്കണം, അല്ലെ? അവർക്ക് റെസ്റ്റ് എടുക്കണ്ടേ? പഠിപ്പിക്കാൻ പാടില്ല. പിന്നെ എംപ്ലോയി എൻഗേജ്മെന്റ് ഈസ് ദ ഔട്ട്കം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടായിത്തീരുന്ന ഒരു റിസൾട്ടാണ്, നതീജയാണ്, ഔട്ട്കമാണ് എന്ത്? എംപ്ലോയീസ് എൻഗേജ്മെന്റ്. എനിക്ക് എല്ലാവിധ സൗകര്യം ചെയ്ത് കുഞ്ഞുങ്ങൾ പൊട്ടന്മാരായിട്ടിരിക്കുമോ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും, കമ്പനി ഉഷാറാവും. അതാണ് എൻഗേജ്മെന്റ്. It is the emotional commitment the employee has to the organization and its goals. And engaged employees goes above and beyond because they want to, not because they have to. എനിക്കിത് വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ള നിലക്കല്ല, ഞാനത് ചെയ്തോളണം എന്നുള്ള നിലക്കാണ് അവിടെ എംപ്ലോയി ചെയ്യുക. അവരെ എംപ്ലോയർ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന എന്തിൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ള കാര്യം ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും. You cannot have sustainable engagement without a high quality of work life. സത്യത്തിൽ നല്ല പിന്നെ QW ഇല്ലാതെ നിനക്ക് ഒരു കമ്പനിയിൽ നല്ലൊരു എൻഗേജ്മെന്റ് നടത്താൻ കഴിയില്ല. എംപ്ലോയി who is burnt out, repeat, feels unsafe, can never be truly engaged. ഒരു ചങ്ങായി ഒരു ആളൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, അയാൾക്ക് പിന്നെ എപ്പോഴും സ്ട്രെസ്സാണ്, ശമ്പളം വരെയൊക്കെ കൊടുക്കണില്ല, അല്ലെങ്കിൽ അയാൾ ഇവിടെ സുരക്ഷിതമെന്ന് തോന്നുന്നില്ല, അയാൾ ഒരിക്കലും ആത്മാർത്ഥമായി സത്യസന്ധമായി അയാൾ എൻഗേജ് ആവില്ല, ആ കമ്പനിയിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യില്ല. സ്ട്രാറ്റജി. അപ്പോൾ QW വർദ്ധിപ്പിക്കാൻ, ഉയർത്താൻ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ചെയ്യേണ്ടത്?
എന്നിട്ട് എൻഗേജ്മെന്റ് നല്ല ഉഷാറായിട്ട് ഉദ്ദീപിപ്പിക്കാൻ ട്രൈ ചെയ്യാൻ എന്ത് ചെയ്യണം? ഒന്ന്, പൾസ് സർവേകൾ നടത്തണം. ഓരോരുത്തരും പൾസ് മനസ്സിലാക്കാനുള്ള. അപ്പോൾ റെഗുലർലി മെഷേഴ്സ് QWL ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ്, വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് പെർസീവ്ഡ് ഫെയർനെസ്. അവർക്ക് കാണുന്ന സുഖങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പൾസ് സർവേ നമ്മൾ നടത്തണം. ആക്ട് ഓൺ ഫീഡ്ബാക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് കിട്ടും, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. യൂസ് സർവേ റിസൾട്ട്സ് ടു മേക്ക് ടാഞ്ചിബിൾ ചേഞ്ച്. അപ്പം നിങ്ങൾ 24 മണിക്കൂറും ചില മരങ്ങൾ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് അവർ ഇങ്ങനെ പരിപാടി നമ്മൾ ഒഴിവാക്കണം. മനസ്സിലാകണ്ടോ? ഈ പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. പേഴ്സണൽ ബെനിഫിറ്റ്സ് പേഴ്സണലൈസ് ചെയ്യണം. ഓഫർ ഫ്ലെക്സിബിൾ ബെനിഫിറ്റ്സ് പാക്കേജ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഉഷാറായിട്ട് അയാൾക്ക് ഓരോ പാക്കേജ് കൊടുക്കുക, അയാൾക്ക് സ്റ്റുഡൻസ് അലവൻസ് കൊടുക്കുക, ആ മക്കൾക്ക് വെറുതെ ഫ്രീ വൗച്ചർ കൊടുക്കുക, സ്കൂളിൻ്റെ ഫീസ് ഞങ്ങൾ അടിച്ചോളാം എന്ന് പറയാം. നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സ്, അയാൾ എത്രമാത്രം എൻഗേജ് ആണ് അതിനനുസരിച്ച് അയാളുടെ ബെനിഫിറ്റ്സ് പേഴ്സണലൈസ് ചെയ്യുക. പിന്നെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? ശാക്തീകരിക്കുക. ഇൻവോൾവ് ദ ഡെസിഷൻ അബൌട്ട് ദ വർക്ക്. അവരുടെ വർക്കിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ അവർക്ക് അധികാരം കൊടുക്കുക. വർക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോണമി. ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിന് എല്ലാം ചേർന്ന് GM-നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അവർക്ക് ഓട്ടോണമി പരമാധികാരം കൊടുക്കുക. അതേപോലെ തന്നെ ഫൈനലി ഫോക്കസ് ഓൺ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് ട്രെയിൻ മാനേജേഴ്സ് ടു ബി കോച്ചസ് ഹു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് എംപവർ ദ ടീം rather than controllers who micromanage. മൈക്രോമാനേജ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങനെ കൺട്രോളറായി നിൽക്കുന്നതിനപ്പുറം അവർ തങ്ങളുടെ ടീമിനെ ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യുന്നത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കോച്ചിൻ്റെ ലെവലിലേക്ക് മാനേജേഴ്സിലേക്ക് ട്രെയിൻ ചെയ്യും. അപ്പോൾ അവർക്ക് തൻ്റെ കുട്ടികൾ ഉഷാറാക്കുന്ന ഒരു ഫുട്ബോൾ കോച്ച് എങ്ങനെ അവരുടെ ആൾക്കാരെ പരിശീലിച്ച് ഉഷാറാക്കുന്നു, അതേപോലെ അപ്പാർട്ട് ചെയ്യാൻ കഴിയും. ഇതാണ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് QWL. എൻഗേജ്മെൻറ്റ് ഉഷാറാക്കാൻ വേണ്ടി QWL എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ സ്ട്രാറ്റജീസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എനിവേ, ഫോർ ദ മോഡേൺ HR മാനേജർ QWL is the strategical level. You put to build a resilient, productive and competitive organization by mastering these concepts. You transition from an administrator to a strategic partner, building a world-class workplace. ഇങ്ങനെ ചെയ്യുമ്പോൾ QWL നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും സൂപ്പറാ കമ്പനിയെ ഏറ്റവും ഉഷാറാക്കി കൊണ്ടുവന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. Thank you for listening me. It's a